السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحينا إلى موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. സൂറത്തുൽ ഖസസിലെ ആയത്താണ്. ബനു ഇസ്രായേലിലെ ആൺകുട്ടികളെ ഫറോവയുടെ കിങ്കരന്മാർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവര് നാടുനീളെ ഇറങ്ങിയിരിക്കുന്നു, ഏതെങ്കിലും ആൺകുഞ്ഞുണ്ടോ വീടുകളിൽ എന്ന് അന്വേഷിച്ചു. ഈ സമയത്താണ് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പിറക്കുന്നത്. മനസ്സിൽ തീയുമായി മൂസയുടെ മാതാവ് ഫറോവയുടെ ആളുകളെയും ഭയന്ന് വീട്ടിലിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ സംരക്ഷണത്തിൽ, സഹായത്തിൽ ആ കുഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു കടന്നു. അങ്ങനെ ഫിർഔന്റെ കിങ്കരന്മാർ കുഞ്ഞിനെ തേടി ആ വീട്ടിലെത്തുകയാണ്. പക്ഷേ അപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ സഹായത്താൽ അവിടെ ആ കുഞ്ഞ് ഉണ്ടായിരുന്നില്ല. അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹു ആ കുഞ്ഞിനെ സംരക്ഷിച്ചു. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഖസസിൽ പറയുന്നത്. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ. വളരെ കൃത്യമായ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മക്ക് സന്ദേശം കൊടുത്തു. അൻ അർളിഈഹി, നീ കുഞ്ഞിന് മുല കൊടുക്കണം. ഫൈദാ ഖിഫ്തി അലൈഹി, എപ്പോഴാണോ നിന്റെ മനസ്സിൽ ഭയം തോന്നുന്നത് ആ സമയത്ത് ഫഅൽഖീഹി ഫിൽ യം, ആ കുഞ്ഞിനെ കൊണ്ടുപോയി നീ നദിയിൽ ഒഴുക്കണം. വലാ തഖാഫി വലാ തഹ്സനി, നീ ഭയപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നാ റാദ്ദുഹു ഇലൈക്, ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരികെ ഏൽപ്പിക്കാം. വജാഇലൂഹി മിനൽ മുർസലീൻ, മാത്രമല്ല ആ കുഞ്ഞിനെ ഒരു പ്രവാചകനായി ഞാൻ നിനക്ക് നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മക്ക് വഹ്യ് നൽകി, സന്ദേശം നൽകി. ഈ ഘട്ടത്തിൽ ഈ ഒരു സന്ദേശം മാതാവിന് തോന്നിയ സമയത്ത് അത് തോന്നലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയോട് മനസ്സിൽ കൊടുത്ത ഒരു ആശയമാണ്, ഒരു ഐഡിയ. എത്രയും പെട്ടെന്ന് അവർ നിന്റെ വീട്ടിലേക്കെത്തും. അതിന്റെ മുമ്പായി നീ എന്ത് ചെയ്യണം? ഒരു പെട്ടിയിലാക്കി യമ്മിൽ കൊണ്ടുപോയി ഇടുക, അഥവാ നദിയിൽ കൊണ്ടുപോയി ഇടുക. വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നാ റാദൂഹു ഇലൈക്, ആ കുഞ്ഞിനെ നിനക്ക് തന്നെ തിരിച്ചു തരും. വജാഇലൂഹു മിനൽ മുർസലീൻ, ആ സമയത്ത് കുഞ്ഞ് ഒരു പ്രവാചകനായിരിക്കും. പ്രവാചകനായിട്ട് ആ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു തരുമെന്ന ഒരു സന്ദേശം ഉമ്മക്ക് ലഭിച്ചപ്പോ, ഒരു തോന്നൽ ഉമ്മക്കുണ്ടായപ്പോൾ ഉമ്മ കുഞ്ഞിനെയുമായി പുറത്തിറങ്ങി നൈലിന്റെ തീരത്തേക്ക് പോയി കുട്ടിയെ ഒരു പെട്ടിയിലാക്കി അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ നദിയിലേക്ക് ഒഴുക്കി വിട്ടു. നൈലിന്റെ ഓളങ്ങളിലൂടെ ഒഴുകി ആ പെട്ടി എത്തിയത് ഫറോവയുടെ കൊട്ടാരത്തിൽ തന്നെയായിരുന്നു. അതാണ് അവിടുത്തെ ടിസ്റ്റ്. ഇത് ഖുർആൻ പറയുന്ന കഥയാണ്, ഖുർആൻ പറയുന്ന ചരിത്രമാണ്. ആ കുട്ടിയെ പക്ഷേ ഫറോവക്ക് സംശയമായി. പക്ഷേ ഭാര്യ സമ്മതിച്ചില്ല. ചിരുതൂകി നിൽക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ഭാവം കണ്ട് ഭാര്യ പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കുട്ടിയാവൂല എന്ന്. മാത്രമല്ല, ആ കുഞ്ഞിന്റെ ചിരിയിലും കളിയിലും ആ രാജാവും ഫറോവയും ആകൃഷ്ടനായി. അങ്ങനെ അവരുടെ അരുമയായി
ആ കുഞ്ഞ് ആ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുലയൂട്ടാൻ അമ്മമാരില്ല. ആ സമയത്ത് ഫറോവയുടെ ഒറ്റ ഉത്തരവാണ്, ഈ കുഞ്ഞിന് മുലയൂട്ടാൻ തയ്യാറായ അമ്മമാർ എത്രയും പെട്ടെന്ന് എത്തണം. അത് എവിടുന്നാലും കുഴപ്പമില്ല, അത് ബനീ ഇസ്രായേൽ കുടുംബത്തിൽ നിന്നാലും കുഴപ്പമില്ല, കിബ്തി വംശത്തിൽ നിന്നാലും കുഴപ്പമില്ല. അങ്ങനെ പല അമ്മമാരും വന്നു. ഗ്രന്ഥങ്ങളിൽ കാണുന്നത് 6 അമ്മമാർ വന്നതാണ്. പക്ഷെ 6 അമ്മമാരുടെ മുല കുടിക്കാൻ, പാല് കുടിക്കാൻ കുഞ്ഞ് തയ്യാറായില്ല. 7ാമതെത്തിയത് ഒരു അമ്മയായിരുന്നു. ആ അമ്മ ഈ കുഞ്ഞിന്റെ അമ്മയായിരുന്നു. അതാണ് അത്ഭുതം. 7ാമതെത്തിയത് സ്വന്തം ഉമ്മ. ആ ഉമ്മയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ, ബുദ്ധിമുട്ടില്ലാതെ ആ കുഞ്ഞ് മുല കുടിക്കാൻ തുടങ്ങി. അതാണ് ഖുർആന്റെ പ്രഖ്യാപനം, ഇന്നാ റാദൂ ഇലൈക്, ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരിച്ചു തരാം. അങ്ങനെ ആ കുഞ്ഞിനെ ഉമ്മക്ക് തന്നെ, നദിയിലൊഴുക്കിയ കുഞ്ഞിനെ ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് അവിടെയുള്ള അടിമ സന്താനമായി മാറി ഫറോവയുടെ സമ്മതത്തോടുകൂടി ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന അത്ഭുതം. ഇന്നാ റാദൂ ഇലൈക് വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ ഞാൻ പ്രവാചകനായിട്ട് ഇതാ നിയമിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.